നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്ക് തുടക്കമായി. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിംഗും വനിതാ വിംഗും സംയുക്തമായി ഓണാഘോഷം നടത്തി. കൊരട്ടി, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലം അടിപ്പാത നിർമ്മാണം ഒക്ടോബർ 31 വരെ നിർത്തിവെക്കണമെന്ന് ആവശ്യം. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. അതിരപ്പിള്ളി അരൂർമുഴിയിൽ വീട്ടുവളപ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വിശദമായ വാർത്തയിലേക്ക്. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്ക് തുടക്കമായി. ചിമ്മിനി വൈൽഡ് സർക്യൂട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്കാണ് തുടക്കമായത്. രാവിലെ ആമ്പല്ലൂരിൽ നിന്ന് പുറപ്പെട്ട സംഘം വേലുപ്പാടം മുള ഗവേഷണ കേന്ദ്രം, പാലപ്പിള്ളി തോട്ടങ്ങൾ കടന്ന് ചിമ്മിനി ഡാമിലെത്തി. KSRTCയുടെ പ്രത്യേക സർവീസും ഈ സമയം ചിമ്മിനിയിലെത്തി. യാത്രികർക്ക് KK രാമചന്ദ്രൻ MLA മധുരം വിതരണം ചെയ്തു. തുടർന്ന് KSRTC ജീവനക്കാരും പ്രചോദി നികേതൻ കോളേജിലെ വിദ്യാർത്ഥികളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഒന്നിച്ചുള്ള ഉച്ചഭക്ഷണത്തിന് ശേഷം MLAയും സംഘവും മടങ്ങി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ നടപ്പാക്കുന്ന 3 ടൂറിസം സർക്യൂട്ടുകളിൽ ആദ്യത്തേതാണ് തൃശൂർ ചിമ്മിനി വൈൽഡ് സർക്യൂട്ട്. തൃശൂരിൽ നിന്ന് ചിമ്മിനി ഡാം, പുത്തൂർ മൃഗശാല, പീച്ചി ഡാം സർക്യൂട്ടാണ് വെള്ളിയാഴ്ച തുടങ്ങിയത്. പ്രാതൽ, ഉച്ചഭക്ഷണം, വൈകിട്ട് ലഘുഭക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള പാക്കേജാണ് DTPC നടപ്പാക്കുന്നത്. ആമ്പല്ലൂരിൽ നിന്ന് ചിമ്മിനിയിലേക്കുള്ള വൈൽഡ് സർക്യൂട്ട് ആദ്യ യാത്ര KK രാമചന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. സബ് കളക്ടർ അഖിൽ V മേനോൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, DTPC സെക്രട്ടറി C വിജയ് രാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, PG വൈൽഡ് ലൈഫ് വാർഡർ VG അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 12, 13 ദിവസങ്ങളിൽ വൈൽഡ് സർക്യൂട്ട് പൂർണ്ണ രൂപത്തിൽ ആദ്യ യാത്ര നടത്തുമെന്നും ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചതായും DTPC സെക്രട്ടറി C വിജയ് രാജ് അറിയിച്ചു. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. നാമക്കലിന് സമീപമാണ് 6 സംഘം പോലീസിന്റെ വലയിലായത്. പ്രതികളിൽ ഒരാൾ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു. കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. മോഷണത്തിനായി ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിക്കുള്ളിലുണ്ടെന്നാണ് വിവരം. SK ലോജിസ്റ്റിക്സിന്റേതാണ് കണ്ടെയ്നർ. ലോറി മറ്റൊരു വാഹനത്തിൽ ഇടിച്ചതാണ് പ്രതികളെ കുടുക്കിയത്. അപകടശേഷം ലോറി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് തമിഴ്നാട് പോലീസ് കണ്ടെയ്നർ വളഞ്ഞിട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു. ഇതിനിടയിലാണ് വെടിവെപ്പ് ഉണ്ടായതെന്നാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന കവർച്ചയിൽ 3 ATMകളിൽ നിന്നായി 60 ലക്ഷം രൂപയോളമാണ് നഷ്ടമായത്. ഷൊർണൂർ റോഡ്, മാപ്രാണം, കോലടി എന്നിവിടങ്ങളിലെ ATMകളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത്. മാപ്രാണത്തെ SBI ATMിലാണ് 2:10 ആദ്യ മോഷണം നടന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം 35 ലക്ഷം രൂപയുടെ നോട്ടുകൾ ഈ ATMിൽ അധികൃതർ നിറച്ചിരുന്നു. ഇത് കവർച്ചാ സംഘം കണ്ടിരിക്കാമെന്നാണ് സംശയിക്കുന്നത്. ATMകൾക്ക് മുൻപിലെ CCTV ക്യാമറകൾക്കുമേൽ കറുപ്പ് നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും സെക്യൂരിറ്റി അലാം അടക്കം നശിപ്പിക്കുകയും ചെയ്തിരുന്നു. കാറിൽ മുഖംമൂടി ധരിച്ചെത്തിയ സംഘം ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ATMിൽ നിന്ന് പണം കവർന്നത്. 3 വ്യത്യസ്ത പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള ATMകളിലാണ് മോഷണം നടന്നത്.
ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി ഓണാഘോഷം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷററും ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ജോയ് മൂത്തേടന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ചാലക്കുടി ഡിവൈഎസ്പി ശ്രീ സുമേഷ് ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി സ്വാഗതവും ട്രഷറർ ഷൈജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞ യോഗത്തിൽ സെയിന്റ് മേരീസ് ഫൊറോന ചർച്ച് വികാരി ഫാദർ വർഗീസ് പാത്താടൻ, മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, പ്രതിപക്ഷ നേതാവ് സുരേഷ്, ചാലക്കുടി തഹസിൽദാർ ജേക്കബ്, വില്ലേജ് ഓഫീസർ ആന്റു, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സജീവ് കുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ ഹരീഷ് സിയു, മുനിസിപ്പൽ വാർഡ് കൌൺസിലേഴ്സ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് സിദ്ദിഖ് മാസ്റ്റർ, പ്രസ് ഫോറം പ്രസിഡന്റ് ഹരിത പ്രതാപ്, ചാലക്കുടി ഗവൺമെന്റ് ഓഫീസുകളിലെ മേലധികാരികൾ, ദൃശ്യപത്ര മാധ്യമ സുഹൃത്തുക്കൾ, മെർച്ചന്റ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കൊരട്ടി, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലം അടിപ്പാത നിർമ്മാണം ഒക്ടോബർ 31 വരെ നിർത്തിവയ്ക്കണമെന്ന് ആവശ്യം. കൊരട്ടി മുത്തി തിരുനാൾ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ ഏകകണ്ഠമായി അഭിപ്രായം ഉയർന്നു. ഒപ്പം ചിറങ്ങര റെയിൽവേ ഓവർബ്രിഡ്ജ് ചെറുവാഹനങ്ങളുടെ യാത്രയ്ക്കായും താൽക്കാലികമായി തുറന്നു കൊടുക്കണമെന്നും യോഗം അധികൃതരോട് അഭ്യർത്ഥിച്ചു. പ്രസ്തുത ആവശ്യമുയർത്തി ജില്ലാ കളക്ടറെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു. ഒക്ടോബറിൽ നടക്കുന്ന കൊരട്ടിമുത്തിയുടെ തിരുനാളിനോടനുബന്ധിച്ച് ഉയരാൻ സാധ്യതയുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാണ് ഹൈവേക്കുള്ളിലെ ഈ നിർമ്മാണങ്ങൾ നിർത്തിവെക്കാൻ യോഗം ആവശ്യപ്പെട്ടത്. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി.സി. ബിജു അധ്യക്ഷത വഹിച്ചു. പള്ളി പെരുന്നാളിന് മുൻപ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഹൈവേ നിർമ്മാണ അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മധുര കോട്ട്സ്, MAMH സ്കൂൾ ഗ്രൗണ്ട്, കൊരട്ടി ലത്തീൻ പള്ളിയുടെ ഗ്രൗണ്ട് കൂടാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ കൂടി പാർക്കിങ്ങിന് ഉപയോഗപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. കച്ചവടക്കാർക്ക് നിർബന്ധമായും ഐഡന്റിറ്റി കാർഡ് ഏർപ്പെടുത്താനും യോഗം നിർദ്ദേശിച്ചു. പെരുന്നാളിന് മുൻപ് തന്നെ ഇറിഗേഷൻ കനാലുകൾ വൃത്തിയാക്കുമെന്ന് ഇറിഗേഷൻ അധികാരികളും റോഡുകളുടെ ഡ്രെയിനേജും ഇരുവശങ്ങളും വൃത്തിയാക്കുമെന്ന് PWD അധികാരികളും യോഗത്തിൽ ഉറപ്പ് നൽകി. സുഗമമായ വൈദ്യുതി വിതരണം, കുടിവെള്ള വിതരണം ഉറപ്പുവരുത്താൻ KSEB വാട്ടർ അതോറിറ്റി അധികൃതർക്കും യോഗത്തിൽ നിർദ്ദേശം നൽകി. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് KR സുമേഷ്, കുമാരി ബാലൻ, നാഷണൽ ഹൈവേ ഡെപ്യൂട്ടി പ്രൊജക്ട് മാനേജർ ദീനത് യാദവ്, കൊരട്ടി പള്ളി ഫൊറോന വികാരി ഫാദർ ജോൺസൺ കക്കാട്ട്, കൊരട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ OJ ഷാജു, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരായ റെജികുമാർ CS, ശ്യാമപ്രസാദ് EB, ഡോക്ടർ ദീപ പിള്ള, അന്നു K സദാനന്ദൻ, CK ഷാജു, മനോജ് TS, ഹാരിസ് K, ശ്രീലത KA, ഡേവിസ് PP, PD ബാബു, പള്ളി ട്രസ്റ്റിമാരായ ജോഫി നാലപ്പാട്ട്, ജൂലിയസ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. കണ്ണൂർ അഴീക്കോട് സ്വദേശി സാബിറാസ് കപ്പക്കടവ് വീട്ടിൽ മുഹമ്മദ് സാദിഖ്, തലശ്ശേരി തോട്ടട സ്വദേശി ബൈത്തുൾ ഷർമിന വീട്ടിൽ സലീം, കണ്ണൂർ അഴീക്കോട് സ്വദേശികളായ കടപ്പുറത്ത് അകത്ത് കാക്കി വീട് ഫായിസ്, മുടുവന്റകത്ത് വീട്ടിൽ മുജീബ്, തൃശൂർ അരനാട്ടുകര സ്വദേശി കാർത്തിക വീട്ടിൽ ദിലീപ് ചന്ദ്രൻ, ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി ചെന്നര വീട്ടിൽ ധനേഷ്, എറണാകുളം ഉദയംപേരൂർ സ്വദേശി വൈഷ്ണവം വീട്ടിൽ സുരേഷ്, എറിയാട് അഴീക്കോട് സ്വദേശി കുന്നിക്കുളത്ത് വീട്ടിൽ ഷിഹാബ്, ശ്രീനാരായണപുരം വേക്കോട് സ്വദേശി കയ്യാത്ത് വീട്ടിൽ അഭയ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ 23-ന് രാത്രി 11 മണിയോടെയാണ് കോയമ്പത്തൂർ സ്വദേശി ചാൾസ് ബെഞ്ചമിൻ എന്ന അരുണിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ചത്. ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അരുണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെ: കോടികൾ വിലമതിക്കുന്ന റേഡിയോ ആക്റ്റീവ് കപ്പാസിറ്റിയുള്ള ലോഹം റൈസ് പുള്ളർ അഥവാ ഇറിഡിയം സത്യമംഗലം കാടുകളിൽ ആദിവാസികളുടെ കൈവശമുണ്ടെന്നും അത് അവരിൽ നിന്നും വാങ്ങി വിൽപ്പന നടത്തിയാൽ 200 കോടി രൂപ ലാഭവിഹിതം നൽകാമെന്നും വിശ്വസിപ്പിച്ച് വാങ്ങുന്നതിനും മറ്റുമുള്ള ചെലവിലേക്കായി കണ്ണൂർ സ്വദേശിയായ സാദിഖിൽ നിന്നും 65 ലക്ഷം രൂപ അരുണും
കൊല്ലം ചവറ സ്വദേശി ശശാങ്കനും ചേർന്ന് മാസങ്ങൾക്ക് മുൻപ് വാങ്ങിയിരുന്നു. ഇറീഡിയം ലഭിക്കാതാവുകയും ഇവർ തട്ടിപ്പ് നടത്തിയതായും തിരിച്ചറിഞ്ഞതോടെ സാദിഖും കൂട്ടരും 22-ന് രാത്രി തൃശൂരിൽ എത്തുകയും ദിലീപ് ചന്ദ്രനുമായി ഗൂഢാലോചന നടത്തി 23-ന് രാവിലെ പാലിയേക്കര ടോൾ പ്ലാസ പരിസരത്തേക്ക് അരുണിനെയും ശശാങ്കനെയും വിളിച്ചു വരുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയി കല്ലൂർ ഭാഗത്ത് റബ്ബർ തോട്ടത്തിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അവിടെ നിന്നും വട്ടനാത്രയിലെ എസ്റ്റേറ്റിലും വൈകിട്ടോടെ പ്രതികളിൽ ഒരാളായ ധനേഷിന്റെ വീട്ടിലെത്തിച്ചും മർദ്ദിച്ചു. ഇവിടെ വെച്ച് അരുൺ മരണപ്പെടുകയായിരുന്നു. തുടർന്ന് പ്രതികൾ ചേർന്ന് അരുണിന്റെ മൃതദേഹം കയ്പമംഗലം വഞ്ചിപ്പുര ഭാഗത്തേക്ക് കാറിൽ കൊണ്ടുപോയി. ഈ സമയം മർദ്ദനമേറ്റ ശശാങ്കൻ വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിനടുത്ത് വെച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി അരുണിന് ആക്സിഡന്റിൽ പരിക്ക് പറ്റിയെന്നും ആശുപത്രിയിൽ എത്തിക്കണമെന്നും തങ്ങൾ പുറകെ വന്നുകൊള്ളാമെന്നും ആംബുലൻസ് ഡ്രൈവറെ പറഞ്ഞു വിശ്വസിപ്പിച്ച് ആശുപത്രിയിലേക്ക് കയറ്റി വിടുകയും ചെയ്തു. ആംബുലൻസ് ഡ്രൈവർ അരുണിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് മരണം സംഭവിച്ചിട്ട് കുറച്ചുനേരമായെന്ന് അറിയിച്ചതിനെ തുടർന്ന് കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് ആശുപത്രിയിലെത്തി പരിശോധിച്ചതിൽ അസ്വാഭാവികമായ മുറിവുകൾ കണ്ടതിനെ തുടർന്ന് അരുണിനെ ആംബുലൻസിൽ കയറ്റിവിട്ടവർ ആശുപത്രിയിൽ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. തൃശൂർ റൂറൽ SP നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ 4 സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് പ്രതികളെ പിടികൂടി അറസ്റ്റ് ചെയ്തത്. കൊലപാതകത്തിന് ശേഷം മൃതശരീരം സ്ഥലത്തു നിന്നും മാറ്റുന്നതിന് ഉപയോഗിച്ച കാർ തിരൂരിൽ നിന്നും പോലീസ് കണ്ടെത്തി. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുമെന്നും SP പറഞ്ഞു. കൊലപാതകം നടന്ന നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ CCTV ക്യാമറകൾ പരിശോധിച്ച് പ്രതികളുടെ യാത്രാ വിവരങ്ങൾ ശേഖരിച്ചും തൃശൂർ റൂറൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതികളുടെ ലൊക്കേഷനുകൾ പരിശോധിച്ച് കാര്യക്ഷമമായി നടത്തിയതിലൂടെയാണ് പ്രധാന പ്രതികളെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നതിന് സാധിച്ചതെന്നും പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട അരുണിനെ ക്രൂരമായി പ്രതികൾ മർദ്ദിച്ചിരുന്നു. അരുണിന്റെ ദേഹത്ത് 70ഓളം മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ കണ്ടെത്തി. പ്രതികളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI മാരായ KS സൂരജ്, TK ജെയ്സൺ, VM ബിജു, ഹരിഹരൻ, മുഹമ്മദ് സിയാദ്, വനിതാ GASI PK നിഷി, SCPO മാരായ മുഹമ്മദ് റാഫി, സുനിൽ കുമാർ, ജ്യോതിഷ്, KN പ്രിയ, CPO മാരായ OF ജോസഫ്, മുഹമ്മദ് ഫറൂഖ്, TK സൂരജ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അതിരപ്പിള്ളി അരൂർ മുഴിയിൽ വീട്ടുവളപ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. കുന്നുകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ അരൂർ മുഴി അമ്പലപ്പൊക്കത്തെ അരക്കത്തറ അനിൽ എന്നയാളുടെ വീട്ടുപറമ്പിൽ നിന്നാണ് 15 അടി നീളമുള്ള രാജവെമ്പാലയെ പിടികൂടിയത്. ഇതുവഴി പോയ യാത്രക്കാരാണ് റോഡിനോട് ചേർന്ന് അനിലിന്റെ വീട്ടുപറമ്പിൽ രാജവെമ്പാലയെ ആദ്യം കണ്ടത്. തുടർന്ന് ഇവർ കൊന്നുകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ചാലക്കുടി റെസ്ക്യൂ മൊബൈൽ പാർട്ടി എത്തി പാമ്പിനെ പിടികൂടുകയുമായിരുന്നു. ചാലക്കുടി മൊബൈൽ സ്ക്വാഡിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രീകാന്ത് MS, റെസ്ക്യൂവർ ദിജിത് ദിവാകരൻ, ഡ്രൈവർ മേഘനാഥൻ, കൊന്നുകുഴി സ്റ്റേഷനിലെ വനപാലകരും സംഘത്തിൽ ഉണ്ടായിരുന്നു. വല്ലച്ചിറ മിനി ഗ്രൗണ്ടിന്റെ ശോചനീയാവസ്ഥയിൽ ഉറക്കം നടിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും LDF ഭരണസമിതിക്കുമെതിരെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധ ധർണ. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. K രവീന്ദ്രനാഥ്, ബെന്നി തെക്കനിയത്ത്, ജയരാജ് നടുവിൽ, രാമൻകുട്ടി മാസ്റ്റർ, PT ആന്റണി, PS കുമാർ, തോമസ് PD, ഷാജു പെല്ലിശ്ശേരി, മധുസൂദനൻ CS, വർഗീസ് ചീനാത്ത്, വിൻസെന്റ് PA, റോയി പടിക്കല എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈൽഡ് സർക്യൂട്ട് ഉല്ലാസയാത്ര സംഘത്തോടൊപ്പം ചിമ്മിനിയിലെത്തിയ KK രാമചന്ദ്രൻ MLA വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലായിരുന്നു നിർദ്ദേശം.
ഡാം സുരക്ഷാ അതോറിറ്റിയുടെ അനുമതി തേടിയതായി അറിയിച്ച ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഡാമിലേക്ക് പ്രവേശനം അനുവദിക്കുമെന്നും പറഞ്ഞു. ചിമ്മിനി വന്യജീവി സങ്കേതം വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് തുക മാറ്റിവച്ചതായി അറിയിച്ച MLA വിനോദസഞ്ചാര ഇറിഗേഷൻ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം അത്യാവശ്യമാണെന്നും പറഞ്ഞു. ഒരു മാസത്തിനകം ചിമ്മിനി ഡാമിലെ ടോയ്ലറ്റ് ബ്ലോക്ക് പൂർത്തിയാക്കുവാൻ വരന്തരപ്പിള്ളി പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക വിനോദസഞ്ചാര ദിനത്തിൽ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന വൈൽഡ് സർക്യൂട്ട് തൃശൂർ ചിമ്മിനി ഉല്ലാസയാത്രയ്ക്ക് തുടക്കമായി. തൃശൂരിൽ ATM കവർച്ച നടത്തിയ സംഘം തമിഴ്നാട്ടിൽ പിടിയിൽ. ചാലക്കുടി മെർച്ചന്റ്സ് അസോസിയേഷനും യൂത്ത് വിങ്ങും വനിതാ വിങ്ങും സംയുക്തമായി ഓണാഘോഷം നടത്തി. കൊരട്ടി, മുരിങ്ങൂർ, ചിറങ്ങര എന്നിവിടങ്ങളിൽ നിർമ്മാണം ആരംഭിച്ച മേൽപ്പാലം അടിപ്പാത നിർമ്മാണം ഒക്ടോബർ 31 വരെ നിർത്തിവെക്കണമെന്ന് ആവശ്യം. കയ്പമംഗലത്ത് ഇറീഡിയം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 9 പ്രതികൾ അറസ്റ്റിൽ. അതിരപ്പിള്ളി അരൂർമുഴിയിൽ വീട്ടുവളപ്പിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. വർഷങ്ങളായി പ്രവേശന നിരോധനമുള്ള ചിമ്മിനി ഡാമിലേക്ക് സന്ദർശനം അനുവദിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.